ഒരു ലളിതമായ പാട്ട് ഒരു ഗുളികയുടെ അത്രയും ശക്തിയുള്ള ഒന്നായി മാറിയാലോ? വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഗീതം ഒരു കല മാത്രമല്ല, അതൊരു ശാസ്ത്രം കൂടിയാണ്, പ്രത്യേകിച്ച് രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിൽ. ഇന്ന് നമ്മൾ സംഗീതത്തിന് രോഗശാന്തിയെ എങ്ങനെ സ്വാധീനിക്കാനാകുമെന്ന് നഴ്സിംഗ് ഗവേഷണത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. നിങ്ങൾ ആശുപത്രിയിലാണ്. നാളെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സ്വാഭാവികമായും മനസ്സിൽ വല്ലാത്തൊരു ഭയവും ഉത്കണ്ഠയൊക്കെ നിറഞ്ഞിരിക്കുകയായിരിക്കുമല്ലേ? ഈ മാനസിക പിരിമുറുക്കം വെറുതെ മനസ്സിലൊതുങ്ങുന്നില്ല, അത് നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കും. ഹൃദയമിടിപ്പ് പടപടാന്ന് കൂടാൻ തുടങ്ങും, രക്തസമ്മർദ്ദം വല്ലാതെ ഉയരും, കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിറയും. ഇതൊന്നും ഒരു വലിയ സർജറിക്ക് തൊട്ടുമുൻപ് അത്ര നല്ലതല്ല. അപ്പോഴാണ് നിങ്ങളെ ആശ്വസിപ്പിക്കാനൊരു നഴ്സ് വരുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ ഒരു മരുന്നിനു പകരം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളുള്ളൊരു ഹെഡ്ഫോൺ ആണെങ്കിലോ? ഒന്നാലോചിച്ച് നോക്കൂ. ഇതെന്താ തമാശയാണോന്ന് തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ശാസ്ത്രമുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തുകയാണ്. ശസ്ത്രക്രിയ, അത് കാരണമുണ്ടാകുന്ന സമ്മർദ്ദം. പിന്നെ നഴ്സിംഗ് എന്ന ശാസ്ത്രശാഖ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അത് വെറുമൊരു തോന്നലല്ല. ഇത് ഒരു നഴ്സിംഗ് പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള ഒരു യഥാർത്ഥ ഗവേഷണ വിഷയമാണ്. അതായത് സംഗീതം കേവലം ഒരു നേരമ്പോക്കിനപ്പുറം രോഗികളുടെ ഉത്കണ്ഠ കുറയ്ക്കുന്ന ഒരു ചികിത്സാ മാർഗമായി ഉപയോഗിക്കാൻ കഴിയുമോ? ഇതാണ് ശാസ്ത്രം അന്വേഷിക്കുന്ന ചോദ്യം. അപ്പോൾ ഗവേഷകർ എങ്ങനെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായ ശാസ്ത്രീയമായ ഒരു ഉത്തരം കണ്ടെത്തുന്നത്? ഒരു പഠനം എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഏതൊരു ശാസ്ത്രീയ പഠനത്തിലും നമ്മൾ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യത്തെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ അതെന്തായിരിക്കും? അതെ, മ്യൂസിക് തെറാപ്പി തന്നെ. അതായത് നമ്മൾ ഒരു കൂട്ടം രോഗികൾക്ക് സംഗീതം കേൾക്കാൻ കൊടുക്കുന്നു, മറ്റൊരു കൂട്ടർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ നിയന്ത്രിക്കുന്ന ഘടകം ഇതാണ്. ശരി, നമ്മൾ സംഗീതം കൊടുത്തു, അതുകൊണ്ട് എന്തു ഫലമുണ്ടായി എന്ന് അളക്കണ്ടേ? ആ അളക്കുന്ന കാര്യത്തെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ പഠനത്തിൽ അത് രോഗിയുടെ ഉത്കണ്ഠയുടെ അളവാണ്. സംഗീതം കേട്ടതുകൊണ്ട് ഉത്കണ്ഠ കുറഞ്ഞോ അതോ മാറ്റമൊന്നുമില്ലേ? അതാണ് നമ്മളിവിടെ അളക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് വേരിയബിളുകളും ഉപയോഗിച്ച് ഗവേഷകർ ഒരു പ്രവചനം നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് അഥവാ ഗവേഷണ പരികൽപ്പന എന്ന് വിളിക്കുന്നത്. ഈ പഠനത്തിലെ പ്രവചനം വളരെ വ്യക്തമാണ്. മ്യൂസിക് തെറാപ്പി ലഭിക്കുന്ന രോഗികൾക്ക് മറ്റുള്ളവരെക്കാൾ ഉത്കണ്ഠ കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഈ പ്രവചനം ശരിയാണോ എന്ന്. ശരി, അപ്പോൾ പഠനം ഡിസൈൻ ചെയ്തു, രോഗികളിൽ പരീക്ഷിച്ചു. ഇനി ഏറ്റവും നിർണായകമായ ഭാഗമാണ് തെളിവുകൾ എന്തു പറയുന്നു. ഈ സംഗീതം കൊണ്ടുള്ള കളി ശരിക്കും ഫലപ്രദമാണോ? ഗവേഷകർ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് എന്നറിയാമോ? അവർ രണ്ട് ഗ്രൂപ്പുകളെ തമ്മിൽ താരതമ്യം ചെയ്യും. ഒരു ഗ്രൂപ്പിന് സംഗീതം എന്ന ചികിത്സ നൽകി, മറ്റേ ഗ്രൂപ്പിന്, അതായത് കൺട്രോൾ ഗ്രൂപ്പിന്, സാധാരണ പരിചരണം മാത്രം നൽകി. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കുത്തരം തരുന്നത്. സമാനമായ ഒരു പഠനത്തിൽ നിന്നുള്ള യഥാർത്ഥ ഡാറ്റ നോക്കൂ. സാധാരണ പരിചരണം മാത്രം കിട്ടിയവരുടെ വേദനയുടെ ശരാശരി സ്കോർ 6.8 ആയിരുന്നു. എന്നാൽ മ്യൂസിക് തെറാപ്പി കിട്ടിയ ഗ്രൂപ്പിൽ അത് 5.2 കുറഞ്ഞു. ഇതൊരു ചെറിയ വ്യത്യാസമല്ല, വളരെ വ്യക്തമായൊരു മാറ്റം തന്നെയല്ലേ? പക്ഷേ ഒരു സംശയം. ഈ വ്യത്യാസം വെറും യാദൃശ്ചികമായി സംഭവിച്ചതാണോ അതോ സംഗീതം കൊണ്ടുണ്ടായ മാറ്റം തന്നെയാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരൊറ്റ സംഖ്യയിലുണ്ട്. P=0.001. എന്താണ് ഈ പി വാല്യൂ? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ കണ്ട ഈ ഫലം വെറും ഭാഗ്യം കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ടെന്നാണ് ഈ സംഖ്യ പറയുന്നത്. ഇവിടെ ഇത് 0.1% മാത്രമാണ്. അതായത് ഇത് യാദൃച്ഛികമായി സംഭവിക്കാനുള്ള സാധ്യത ഏതാണ്ട് 0. ചുരുക്കി പറഞ്ഞാൽ സംഗീതം എന്ന നമ്മുടെ ചികിത്സ വിജയിച്ചിരിക്കുന്നു. കൊള്ളാം. അപ്പോൾ സംഗീതം ഫലപ്രദമാണെന്ന് ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു. പക്ഷേ ഈ ഡേറ്റായും കണക്കുകളുമെല്ലാം ഒരു സാധാരണ രോഗിക്ക് ആ ആശുപത്രി കിടക്കയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഈ പട്ടികയിലെ ഗുണങ്ങൾ നോക്കൂ. ഇത് രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും സുരക്ഷിതമായ നിലയിൽ നിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു. പിന്നെ ഇതിന് കാര്യമായ ചെലവില്ല. ഏറ്റവും പ്രധാനമായി, രോഗിക്ക് അവരുടെ പരിചരണത്തിൽ ഒരു നിയന്ത്രണബോധം തിരികെ നൽകുന്നു. ഇത് പ്രായോഗികമാക്കുന്നത് വളരെ എളുപ്പമാണ്. വെറും 3 സ്റ്റെപ്പുകൾ. 1. നഴ്സ് രോഗിയോട് സംസാരിച്ച് അവർക്കിഷ്ടപ്പെട്ട സംഗീതം ഏതാണെന്ന് മനസ്സിലാക്കുന്നു. 2. ആശുപത്രിയിലെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി സംഗീതം ആസ്വദിക്കാൻ നല്ലൊരു ഹെഡ്ഫോൺ നൽകുന്നു. 3.
സംഗീതം കേട്ടതിന് ശേഷം ഉത്കണ്ഠ എത്രത്തോളം കുറഞ്ഞുവെന്ന് കൃത്യമായി അളക്കുന്നു. കണ്ടില്ലേ, ശാസ്ത്രം യഥാർത്ഥ പരിചരണമായി മാറുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് വളരെ രസകരമായ ഒരു കാര്യമാണല്ലേ? വളരെ ലളിതമെന്ന് തോന്നുന്ന ഒരു ആശയം ശാസ്ത്രീയമായ പഠനത്തിലൂടെ കടന്നുപോയി രോഗികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായി മാറുന്നതെങ്ങനെയാണെന്ന്. ഇതിന്റെ കാതലായ സന്ദേശം വളരെ വലുതാണ്. ഈ ഒരു വാചകം തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി എന്നത് വെറുമൊരു പശ്ചാത്തല സംഗീതമല്ല. രോഗത്തിന്റെ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നതിന് പകരം രോഗിയെ ഒരു വ്യക്തിയായി കണ്ട് അവരുടെ മനസ്സിനും വൈകാരിക അവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി പരിചരിക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന ശക്തമായ ഒരു ക്ലിനിക്കൽ ഉപകരണമാണിത്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചിന്തയിലാണ്. സംഗീതം പോലെ ലളിതമായ, എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന, ശാസ്ത്രീയമായി തെളിയിക്കാനായി കാത്തിരിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നഴ്സിംഗ് പോലെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു മേഖലയിൽ ഇത്തരം കണ്ടെത്തലുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.